ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ലേറ്റ്, എല്ലാവരും അല്ല, ഞാൻ കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് ഫുഡൊക്കെ വെക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പുട്ടാണോ ഇന്ന്? പുട്ടും മുട്ടയും പഴവും പുട്ട് കാണിച്ചു. ഇന്നലെ നമ്മളെ തന്നെ കഴിച്ചിരാവില്ലേ? അതെ, നമ്മളിവിടെ രാവിലെ എന്നും ഇതൊക്കെ തന്നെയാണ് റാഗിപ്പൊടി തീർന്നിരിക്കുകയാണ്. പുട്ടും മുട്ടയും പഴവും രാവിലെ. ഉച്ചക്ക് തക്കാളി മുട്ടയും തക്കാളി ചോറും മുട്ട ഇട്ടൊരു കളിയില്ല നമ്മൾ. രാത്രി ബ്രെഡും മുട്ടയും. മുട്ട മസ്റ്റ് ആണ് ഗൈസ്. പ്രോട്ടീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ. ട്രാൻസ്ഫോമർ ആണ്. ഞങ്ങളിവിടെ വന്ന സമയം തൊട്ട് ഞങ്ങളുടെ ട്രാൻസ്ഫോമർ ആണ്. വന്ന സമയം തൊട്ടല്ല ഗൈസ്. അതിന്റെ ലിങ്ക് നിങ്ങൾ വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിക്കോളൂ. എന്ത് ലിങ്ക്? ഇവിടെ ആ പ്രൊമോഷൻ ഒന്നും ഇല്ല. എന്തിന്റെ ലിങ്ക്? ഇല്ല, കുട്ടി ഭയങ്കര ജിമ്മ് ട്രാൻസ്ഫോമർ ട്രെയിനറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരും എന്ത് ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പോയി ട്രെയിനിങ്ങിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും മുട്ട കഴിക്കാൻ തുടങ്ങിയല്ലേ. ഇവള് ട്രെയിനിങ്ങിനൊക്കെ പോയതിന് ശേഷം ഡീസന്റ് ആയത്. ഞാൻ പറഞ്ഞ ക്യാമറ ഉണ്ടല്ലോ, എനിക്ക് പറ്റണില്ല. അയ്യോ, നിഷ്കളങ്കത. മാസ്ക് കഴിക്കണി, മാസ്ക് കഴിക്കണി. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കൂറയാണ് ഇവളും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. ഞാൻ ലെഫ്റ്റ് ദ ചാറ്റ്. 4 മുട്ട, മുട്ടല്ല മുട്ട, 4 മുട്ട, 4 പഴം, പിന്നെ ഈ പുട്ട്. ഇത് ഞങ്ങൾ 2 സെറ്റ് ഉണ്ടാക്കിയിട്ട് ഹാഫ് ആക്കിയിട്ട് കഴിക്കും. അപ്പം അത്രയും മതിയോന്ന് ചോദിച്ചാൽ അത്രയൊക്കെ നമുക്ക് ധാരാളം അല്ലേ? രാവിലെ നമ്മൾ അധികം കഴിക്കത്തില്ല, രാത്രി ഉച്ചയ്ക്കാണ് നമ്മൾ കഴിക്കുന്നത്. എന്താണ് സാധാരണ പറയും രാത്രി കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ, പക്ഷെ നമ്മുടെ ഒരു വിശപ്പിന്റെ രീതി വെച്ചിട്ട് നമുക്ക് രാത്രിയാണ് വിശപ്പ്. ഇന്നലെ എന്തോ കഴിച്ചു? ഇന്നലെ നമ്മള് മന്തി കഴിച്ചു. ഇന്നലെ പിന്നെ ഫോണില് ചാർജ് ഒന്നും ഇല്ലാത്തോണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇന്നലെ ഇവളുടെ ട്രെയിനർ കാണണമായിട്ട് ഇവള് മന്തി കഴിച്ചു. ഇന്നലെ ഇവള് ഇത് ചെയ്തിട്ടില്ല, എക്സസൈസ് ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ അതുകൊണ്ട് എക്സസൈസ് ചെയ്തു. നീ ഓർക്കുമായിരുന്നു. മന്തി കഴിച്ചു, ഞാൻ മുട്ട ബജിയും ഇന്നലെ കഴിച്ചു. മുട്ട ബജി, പാല് കുടിച്ചു. പാല് കുടിക്കാം, മുട്ട ബജിയോ. പക്ഷെ ട്രെയിനറിനോട് ഞാൻ പറഞ്ഞു കിട്ടി രാവിലെ. കുട്ടിക്ക് എന്താ പറയാനുള്ളേ? എന്ത് രാവിലെ എണീറ്റിട്ട് നല്ല സുഖമുണ്ട്. എന്നിട്ട് വെറുതെ ഇരിക്കുന്നത്. ഇനി കുറച്ച് എഴുതാം റെക്കോർഡ്. ഇനി ഫുള്ള് അതായിരിക്കും എന്റെ പരിപാടി. ഞാൻ മാത്രമാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റത് ഇവളാണെങ്കിലും പല്ല് തേച്ചിട്ടില്ല കഴിച്ചു. ഞങ്ങളെല്ലാരും പല്ല് തേച്ചു. പക്ഷെ ഞാൻ പല്ല് തേക്കും. നേരത്തെ പല്ല് തേച്ചാൽ നേരത്തെ വിശക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പല്ല് തേക്കുന്നത്. നേരത്തെ വിശക്കുക. മുട്ട വേകുന്നത് വരെ നമുക്ക് നടക്കാം. മഴയുണ്ട്. അതിപ്പോഴും അതിനുശേഷം നമ്മൾ 2 പ്രതിഭാസം ആ സ്ഥലം കാണാറുണ്ട്. ഒന്ന് മഴ, ഒന്ന് വെയില്. ഇത് 2ഉം ഒരേ സമയത്ത് വരുന്നു, ഒരേ സമയത്ത് പോകുന്നു. മഴ കൂടുന്നു അല്ലെങ്കിൽ മഴ കുറയുന്നു. പക്ഷെ ഇതെല്ലാം ഒരു ദിവസം നടക്കും. ഒരു ദിവസം തന്നെ മഴയും പെയ്യും, വെയിലും വരും. അത് കഴിഞ്ഞിട്ട് 2ഉം കൂടെ ഒരുമിച്ചും വരും. ഞങ്ങളെ വിലക്കെടുത്തും. ട്രിവാൻഡ്രത്ത് പോലും ഞാൻ ഇത്ര വെയില് കണ്ടിട്ടില്ല എന്റെ പൊന്നോ. അല്ലേ അനുജ? കുറച്ച് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ കുറച്ചൊരു റെക്കോർഡ് കംപ്ലീറ്റ് എനിക്ക് ഒരു റെക്കോർഡ് ഉണ്ട്. ഒരു റെക്കോർഡ് കംപ്ലീറ്റ്. അതൊക്കെ നമ്മുടെ ഭാവന ശ്രീകുമാറിന് തൊട്ടോ എന്തോ അതൊക്കെ റെക്കോർഡ് കഴിയുന്നുണ്ട്. മഴ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അകത്ത് പോകാം. ഇനി ഫുഡ് കഴിക്കാൻ കാണാം. സത്യമാണെങ്കിൽ തോന്നുന്നു. ചാറ്റ്ജിപിടിയോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഡൺ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ കുറച്ച് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാനുണ്ട്.
ദിവസത്തേക്കുള്ള ഫുഡാവുകയാണ് ഗൈസ്. അവനെ പറയുന്നത് മുഖത്ത് സലാഡ് ഉണ്ടാക്കുകയാണ് നമ്മൾ. സാലഡും തക്കാളി റൈസും മുട്ട പുഴുങ്ങി. ഇതാണ് ഇന്നത്തെ മെനു. ഇവിടെ എന്നോട് അതന്നെ കുറ്റിയിട്ട് കളഞ്ഞേ ഈ ഭവാനി. സാലഡ് എന്തായി? ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനൽ സ്റ്റെപ്പിലാണ് നമ്മൾ. നല്ല എരിവ് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭവൻ എന്താ ഉണ്ടാക്കുന്നേ? തക്കാളി ചോറിന്റെ റെസിപ്പി വേണോ? കണ്ണും കണ്ടൂടെ ലോകത്താർക്ക് അറിയാത്ത സാധനമായതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തരാം. ആദ്യം നമ്മള് ക്യാരറ്റ്, തക്കാളി കുറച്ചേ ഉള്ളൂ തക്കാളി ചോറില്. അത് ഇനി എടുക്കും. തക്കാളി എല്ലാം അരിഞ്ഞ് വെക്കണം. നീ ഇത് രാത്രിയോടെ പോയിട്ടോ? നീ മുണ്ട് വെച്ചിട്ടുണ്ട് ഇടും. ഇടല്ലേ എന്ന് പറയുന്നോണ്ട് ഇടല്ലേ. ക്യാമറ എവിടെ? ഇടല്ലേ. ഇവിടെ ദൈവം ചോദിക്കൂടി ഇതൊക്കെ. ദൈവം വേണ്ട. ഇങ്ങനുണ്ട്. എന്റെ ഡാഡി തരണുണ്ടല്ലോ. മുഖംപൊടി നമുക്കൊന്നുമില്ല. എന്ത് എടുത്താ നീ സത്യം പറയട്ടെ കൊണ്ടോ? ഞാൻ പോടും. നീ പൊടി. ആദ്യം നമ്മൾ കടുവിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് കറിവേപ്പില വേണം. കറക്റ്റ് തക്കാളി നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചേക്കുന്നത് അധികം ഓയിൽ കാലറി ഒന്നും കൂടാതിരിക്കാൻ വേണ്ടി നല്ല എണ്ണയൊക്കെ ഒഴിച്ച് തോനെയായിട്ട് വെച്ചാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, പിന്നെ പച്ചമുളക് കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് വാടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. പിന്നെ വേറൊരു സംഭവം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങാൻ കൂടി വിചാരിച്ചത് നമ്മുടെ ഇൻഡക്ഷൻ ഓഫായി. അപ്പുറത്തെ പിള്ളേരുടെ നല്ല മനസ്സ് കാരണം അവരുടെ ഇൻഡക്ഷനിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ക്യാരറ്റ് ഇടാം. തക്കാളിയും കൂടി ഇട്ട് മൊത്തത്തിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ മൂക്കണം. ഒരു ശകലവും കൂടി വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടാൽ ചെയ്യുന്നെങ്കിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. തക്കാളിയൊക്കെ തോനെയിട്ട് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചോറെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ സാഹചര്യം വെച്ച് കുറച്ച് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ മസാല, ഇപ്പം നമുക്കതിനെ മസാല ചോറെന്ന് വിളിക്കാം. കുറേ പൊടിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂടും, അത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയാൽ ടേസ്റ്റ് കൂടും. പക്ഷെ നമുക്ക് അതിനുള്ള സമയം താമസിച്ചു സമയമില്ല. നമ്മൾ എണ്ണ മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാൻ മറന്നുപോയി. ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളിയാണ് നല്ലത് ഗൈസ്. പിന്നെ ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇട്ട് ചോറിന് ഉപ്പിട്ടോണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടും. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി. നമുക്കിതൊന്നുകൂടി ഒന്ന് പച്ചമണം കളഞ്ഞിട്ട് റൈസ് തട്ടിയിട്ട് ഇളക്കാം. ഓക്കെ, എന്നിട്ട് ചോറ് തട്ടിയിട്ട് കൊടുക്കാം. ചോറൂറ്റൽ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ജ്യോതിയാണ്. ചോറൂറ്റി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെച്ചൊന്ന് ചൂട് കയറ്റിയിട്ട് ഓഫ് ചെയ്യാം. രാവിലെ കഴിച്ചതേ ഓർമ്മയുള്ളൂ അല്ലേ? അടുത്ത് നമ്മൾ കഴിക്കാതിരിക്കും. നമ്മൾ കഴിക്കുന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ. ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാവിലെ എണീക്കുന്നു, കഴിക്കുന്നു, വീണ്ടും അടുത്ത ഫുഡ് ഉണ്ടാക്കുന്നു, വീണ്ടും കഴിക്കുന്നു. ഇനി കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഉറങ്ങും. ഇനി ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാറുണ്ട്. എഴുത്ത് പരിപാടി ഇന്നത്തോടെ തീർത്താൽ പിന്നെ പഠിക്കാനുണ്ട്. 18 തീയതി എക്സാം. കുക്കുംബർ ഇടാതിരുന്നുണ്ട്. അല്ല, കുക്കുംബർ ഇട്ട ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷെ കുക്കുംബർ കഴിക്കണം. അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല. കഴിക്കാം. അവൾ വന്നില്ല, മുട്ട വന്നില്ല. നമുക്ക് റൈസ് കഴിക്കാമല്ലോ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നതല്ലേ.
കൊള്ളായിരിക്കുമല്ലോ. നമ്മളെ പല്ലെങ്കിൽ നമ്മൾ കഴിക്കുമല്ലോ. കൊള്ളാം. ഇവിടുത്തെ ഒഫീഷ്യൽ കുക്കറാണ്. ഭാവന ശ്രീകുമാർ. ഇതിന് ശേഷം ട്രാൻസ്ഫോർമേഷന് ശേഷം അവരുടെ ഡയറ്റ് പ്ലാൻസ് ആണ് ഇവിടെ ഓടുന്നത്. ഞങ്ങളത് ഫോളോ ചെയ്യും. പക്ഷെ കൊള്ളാം അല്ലേ? അല്ല, ഓക്കെയാണ്. ഞങ്ങളന്ന് രാവിലെ നടക്കാൻ പോവായിരുന്നു. ആ സമയത്ത് ഈ പട്ടി ഞങ്ങളെ ഓട്ടിച്ച്. അതെ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഇറങ്ങി ഹോസ്റ്റലിനകത്തൊക്കെ വന്ന് നിൽക്കും, എന്നിട്ട് ഞങ്ങളെ ഒരു റൗണ്ട് ഓട്ടിക്കും. അതൊക്കെയാണ് സംഭവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അതിനിപ്പോൾ നന്നായിട്ട് ഞങ്ങൾ അറിയാം. പക്ഷെ എന്നാലും അത് കണ്ടാൽ കുറയ്ക്കും. നമ്മളിപ്പോൾ എവിടെ പോണു ജ്യോതി? ചായ കുടിക്കാം. അവൾ ചായ കുടിക്കും, ഞാൻ ചായ കുടിക്കാം. വെള്ളം. ഇന്നത്തെ റോഡൊക്കെ കാണിച്ചു. നല്ല റോഡാണ്, സൂപ്പർ റോഡാണ്. ഇവിടെ പിന്നെ മഴയും വെയിലും വന്നു പോകുന്നത് കൊണ്ട് വെള്ളത്തിന് വറ്റാനുള്ളൊരു ഗ്യാസ് ഇല്ല. നമ്മുടെ കാവ് പിന്നെ ചായക്കട ചെന്നിട്ടാണ്. ഈ ചായക്കടയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും ചായ കുടിക്കാൻ വരുന്നത്. കിടിലൻ ചായയാണ് കേട്ടോ ഇവിടെ ഇടുന്ന. ചായക്കടയിൽ വന്നത്. പക്ഷെ ഇവിടുത്തെ കടിയെല്ലാം കയറും. പക്ഷെ നമുക്ക് മുട്ട ബജി ഉണ്ട് കഴിക്കാം അല്ലേ? മുട്ട ബജിയും മുളക് ബജിയും ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കണ്ണാടി കൂടി നിറച്ച് സാധനം ഉണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചു തരായിരുന്നു. പക്ഷെ അത് മിസ് ചെയ്യും. അടുത്ത വർഷം പക്ഷേ ഇവിടുത്തെ ചായ ഉണ്ടല്ലോ. നല്ല ചായ അല്ലേ? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അങ്കിളും ഫ്രണ്ട്സൊക്കെ നല്ലതാണ്. മുട്ട ബജി പാല് പറഞ്ഞോ നീ? പറഞ്ഞു, പാല് പറഞ്ഞു. ചായ മുട്ട ബജി നമ്മളെ ഫേവറേറ്റ് അല്ലേ? അതെ, ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കോംബോ. നമ്മളിങ്ങനെ റൂമിലോട്ട് തിരിച്ചു പോകണം. അതെ, റൂമിൽ പോയിട്ട് പോകണമല്ലോ. എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നാളെ കാണാം.